ഉണ്ടോ? എനിക്ക് തന്നില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ നടക്കുന്ന പലതും അറിയാത്ത പോലെയാണ് നീ ഗെയിമിനകത്ത് നടക്കണം. വരാൻ പറ അവന്മാരോട്. നമ്മളെ വെടിവെച്ച് പൈപ്പ് ലൈനിൽ പോയാൽ തോന്നുന്നു. പേടിച്ച് പോയോടാ. കുത്തി നിൽക്കണം എനിക്ക് ഇഷ്ടമായില്ല. അന്ന് ഇറങ്ങി നിൽക്കണം അനങ്ങാതെ. എനിക്ക് വന്നിറങ്ങാൻ കെണ്ണി കിട്ടാതിരിക്കുന്നത് ഇഷ്ടമില്ല. നമുക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ് ഗെയിം കളിക്കുന്നത്. സൈനോന്റെ അപ്പുറത്തോട് പാരച്ചൂട്ട് പോണേ. ഗംഭീര ഗ്രനേഡ് സ്കൗട്ട് വന്നെങ്കിൽ അടിയടി. അങ്ങനെ ഒരാളില്ല. വിൻഡ് മില്ലി പോയോ? അറ്റം പിടിച്ചാണ് പോയത്. ബോട്ട് ഇത് ബോട്ട് ഇവിടെയാ വലിയ വീടിനകത്ത് പുതിയ ബഗ്ഗേ. സ്നൈപ്പറിന്റെ സ്കോപ്പിൽ കൂടെ വിൻഡ് വില്ല നോക്കുമ്പോ വിൻഡ് വില്ല ലീഫ് കറങ്ങണില്ല. അല്ല ഈ വിൻഡ് മില്ലിന്റെ ബ്ലേഡ് ഒരു 2-3 സീസൺ മുമ്പ് ഇങ്ങനെ കറങ്ങുമായിരുന്നു. ഇപ്പോഴും കറങ്ങുമല്ലോ അവിടെ നിന്ന്. അതിന്റെ ഇടയിൽ പണ്ടും കറങ്ങുമായിരുന്നല്ലോ. ഇല്ലേ, എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ചോദിച്ചു. എനിക്ക് ഓർമ്മ. ഇവിടെ ദൂരം കൂടുമ്പോഴാണ് കേട്ടോ. നല്ല ദൂരം നിന്ന് സ്കോപ്പ് വഴി നോക്കിയാൽ അത് കറങ്ങൂല. നമ്പർ 4 അടുത്ത് അവിടെ ഒരു ഞാൻ ചോദിക്കട്ടാ, ഉയരം കൂടുന്തോറും കരിമ്പ് കൃഷി ചെയ്യാനുള്ള സാധ്യത കുറയായിരിക്കും. അപ്പം മധുരം കുറയാനല്ലേ സാധ്യത? എനിക്ക് വേണം പക്ഷേ എങ്ങനെ വെള്ളം മുകളിൽ പോകുമ്പോൾ കിട്ടുന്നത്. ഞാൻ കൊന്ന ബോട്ട് എവിടെ കിടക്കണം അറിയാമോ? നീ കാണിക്കണല്ലോ. നീ എവിടെ കിടക്കണെന്ന് പറഞ്ഞു ഞാൻ കാണിച്ചില്ല. എവിടെ പോയടാ നീ? ക്ലാസ് കാണാതെയാടെ കൊല്ലണം. ഇപ്പം കണ്ണടച്ചൊക്കെ എനിക്ക് നോക്കുന്ന കാണിക്കണില്ല. നിന്നെ വിളിക്കാനാണെങ്കിൽ ബൈക്ക് കൊണ്ട് പുറകെ നടക്കണം. അതോ പോകണം. എനിക്ക് മനസ്സിലായി പക്ഷെ എനിക്ക് ബുള്ളറ്റ് ഇല്ല. എനിക്ക് ഉണ്ട് കണ്ടേ. പിന്നെ പിന്നേട്ടാ ഇവിടെ ഒരു ബൈക്ക് ഉണ്ട്. ആ വീട്ടിന്റെ വെളിയിൽ ഒരു ബൈക്ക് ഉണ്ട്. നീ അതെടുത്ത് വാ. ഓടേ ഞാൻ ബൈക്ക് സ്റ്റേഷനിൽ കുറവേ. പൈസ ഒരു എന്തിനവിടെ? അയ്യോ എന്റെ ബൈക്ക് കൊണ്ടുപോയി. ആർക്ക് പൈസ വേണം? ഞാൻ ബൈക്ക് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വേണ്ടോ? എനിക്കൊരു സോറി പൈസ ഇനി എന്റെ 800 രൂപ ഉള്ളൂ. 800 രൂപ ഇട്ടിട്ടുണ്ട്. ബൈക്ക് വെച്ചാ ഫൈറ്റർ ജെർസി താഴ്ന്നു വരുമ്പോ അതിന്റെ മുകളിൽ കൂടെ ചാടി സിനിമയ്ക്ക് ഒരു ഐഡിയ കിട്ടിയില്ലെങ്കിൽ ഒതുക്കി എടുത്തിരിക്കണ
മനസ്സിലായി. ഞാൻ ഓടിക്കും. ഓ ഇതിന്റെ ബോണറ്റ് ഞാൻ ഓടിക്കും. വെച്ച് എലിമയെ തട്ടിയിട്ടതുകൊണ്ട് ആ ഫുട് പ്രിന്റ്സ് ബോണറ്റ് ഇരിക്കുന്നു എനിക്ക് കാണിക്കുമ്പോ. ഫുട് പ്രിന്റ് ഒക്കെ കാണിക്കും. ഔട്ട്. ആ സ്കൗട്ട് ആയിരുന്നു. ഐ സ്റ്റേഷനിൽ ഹെലികോപ്റ്റർ അല്ല ഡ്രോപ്പിൽ ഹെലികോപ്റ്റർ ഉണ്ട്, ഫൈറ്റർ ജെറ്റും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ പിന്നെ ആൽവിൻ ഇവിടെ ഇല്ലല്ലോ. ഞാൻ പറയുന്നുണ്ട്. പറക്കാറുണ്ടോ? കുറച്ച് വേണ്ട ഗ്യാപ്പ്. വേണ്ട അവിടെ കുറച്ച് ഗ്യാപ്പ്. സൈഡിലെ മലയിലും നേരെ കൊണ്ട് കയറ്റാതെ. ആ നിക്കണ് ഇവിടെയൊക്കെ നിക്കുന്നു. ആ ഇതാണ് സ്ഥലം, നല്ല സ്ഥലം. ഇങ്ങനെ സ്നൈപ്പർ റൈറ്റ്. പക്ഷെ എനിക്കൊന്നും ചെയ്യാനില്ല. എനിക്ക് കിട്ടി. ആഹാ. ഞാൻ എത്തി നോക്കിയുള്ളൂ. എന്റെ ഗ്രനേഡ് ഏതോ ഇതിന്റെ വളരെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇതെന്ന് തോന്നുന്നു. ഇതാര്? അമ്മ വളകൾ കുറെ ഇട്ടിട്ട് ബോട്ടടാ. കറങ്ങി ആള് പറഞ്ഞുണ്ടേ. ഇവിടെ ഇപ്പോഴും എന്തൊക്കെയോ വെടിയൊക്കെ കേൾക്കും. എവിടെ പറഞ്ഞ എവിടാ? ഞാൻ കൊന്നത് ഇവിടെയായിരുന്നു. ആ ഹെലികോപ്റ്ററിന്റെ അപ്പുറത്താണ് ഞാൻ കൊന്നത്. എടാ അങ്ങൊരു സ്നൈപ്പർ ഇരിക്കണേ. ആ കണ്ടറാ ദൂരെ ദൂരെ ആ വീട്ടിലെത്താണോ? ഡ്രോപ്പിന്റെ അടുത്തുനിന്നല്ലേ? പക്ഷെ അവനത് കില്ല് നിനക്കല്ല കിട്ടിയെന്നു. വിക്ടർ എന്ന് പറഞ്ഞ വേറെ ഒരുത്തനാണെന്ന് തോന്നുന്നു. എടാ ബൈക്ക് പറഞ്ഞേ. വണ്ടി പറഞ്ഞേ. ബൈക്ക് എടാ മറ്റേ ഡ്രോപ്പിന്റെ അവിടെ ചത്തവൻ എടുക്കാനായിരിക്കും. രണ്ടുപേരുണ്ടല്ലേ? ആ ഒരു വെസ്റ്റ് പൊട്ടി. നോക്കാൻ പറ്റില്ല. ആ ഡ്രോപ്പ് ഇല്ലയോ ബോട്ടെ വന്നതോ വന്നു നിനക്കൊരു നമ്മളെ ബൈക്ക് കാർ അവിടെ നല്ല അപ്പുറ സൈഡിൽ. എടാ ഡ്രോപ്പിന്റെ അവിടെ ഇനി ആള് വന്ന് ഇറങ്ങണേ. സ്നൈപ്പർ 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 അവിടെ നിറയെ ഒരു ഫുൾ ടീമുണ്ട്. ഡ്രോപ്പിന്റെ പുറകെ ഒരുത്തുണ്ടായിരുന്നേ. ഓ ആ നൈസ് നൈസ് നൈസ്. എടാ ഇനി വണ്ടി പറഞ്ഞേ. നിങ്ങള് നേരെയാണല്ലോ പറഞ്ഞത്. അവന്റെ മറ്റേ ടാഗ് എടുക്കാൻ ശ്വാസം ഇല്ലല്ലേ? ആ ഡ്രോപ്പ് വരെ പോയിട്ട് ഡ്രോപ്പ് എടുത്തില്ലേ? പോണ വൈകിന്റെ പട്ടി അടിച്ചു കൊന്നിട്ട് പട്ടി കൊന്നില്ല. ഞാൻ ടോയെ കുറച്ച് ഫ്രണ്ടിലോട്ട് തള്ളി വിട്ടേ. ആ പോണ വൈക്ക് ആ വൈകിൽ പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടി ചത്തായിരുന്നു. ചത്തായിരുന്ന പട്ടി വണ്ടിയെ ബസ് സ്റ്റേഷൻ ചുറ്റി വന്നു. കറങ്ങിപ്പോണ്ടാ സമാധാനമായിട്ട് ഉന്നം പിടിക്കാൻ പറ്റില്ല. നമുക്ക് സോണി പോകാം. ദൂരമുണ്ട്, നല്ല ദൂരമുണ്ട്. സോണിനകത്ത് ടാങ്കും ഉണ്ട്.
അമ്മയുടെ ടീം പിന്നെ വന്നിട്ടുണ്ട്. എം സ്റ്റോംബോണ്, സ്ലോത്ത്. സോണ് നമ്മൾ സോണിൽ കയറുന്നതിൻ്റെ ലെഫ്റ്റിലായിട്ട് ടാങ്ക് കിടപ്പുണ്ട്, ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ അഹൂറിന്റെ പട്ടിനെ പോട്ടെ. വേറെ വണ്ടി വരണേ. ഇവൻ എത്ര വെച്ചോടാ അഹൂറ നീ കൊല്ലണം? നീ തന്നെ 3 വട്ടം കൊന്നു തോന്നുന്നു. ഇവിടെ ഫ്രണ്ടിൽ വണ്ടിയേ 25 ബൈക്ക്. അതിന്റെ അകത്താവുണ്ട്, അപ്പുറത്താവുണ്ട് അതിന്റെ അടുത്ത്. ബോട്ട് ഉള്ളാവുണ്ട്, ഇവിടെ ആവുണ്ട്. നമ്മൾ കയറി പണ്ട് ലെഫ്റ്റിൽ ഇതിനകത്തെ പട്ടി തിരിച്ചു വരണം. പട്ടി താഴെ പോകണം. വണ്ടി അങ്ങോട്ട് പോകാം. നീ വീട്ടിന് പോകാറില്ലേ? അവനെ ഞാൻ നോക്ക് ചെയ്തടാ. അവനെ കൊല്ലാൻ അങ്ങോട്ട് പോയിട്ടെടുത്ത് പോയതാണ്. അവനെ വണ്ടി പിന്നെ ഇവന്റെ വണ്ടി ചത്തടാ അച്ചു നിന്ന് ചാവേണ്ടേ. അച്ചുവിന്റെ ഫ്രണ്ടിലാണുണ്ട്. അച്ചു ഈ ബിൽഡിങ് ഒരു ചിപ്പത്ത് വന്നാ നമ്മുടെ പിന്നെ സോൺ ഔട്ടാണേ. ടാങ്ക് ഞാൻ മാർക്ക് ചെയ്തത് ടാങ്ക് കിടപ്പുണ്ട്. ഒരുത്തൻ വന്ന് ഇറങ്ങണേ. അഹൂറ പുറകെ ആയിട്ട് എവിടെ വന്ന് ഇറങ്ങി ഒരുത്തൻ. അപ്പൊ ഞാൻ ഇപ്പൊ കൊന്നവൻ. പട്ടി അങ്ങോട്ട് പോണേ. കൂളിംഗ് ടവറിന്റെ അങ്ങോട്ട്. ആ കൂളിംഗ് ടവറിനകത്ത് എവിടെ ഒരുത്തുണ്ട്. ബോട്ട് എന്റെ ഫ്രണ്ട് രണ്ടുപേരും. അതെവിടെ? മുകളിലാ? താഴെ മുകളിലാ? എന്റെ ഫ്രണ്ട് മുകളിൽ. നല്ല ഡാമേജ് കൊടുത്തു, പക്ഷെ നമുക്കതില്ല. ആദ്യം നീ പഠിച്ചതിന്റെ കുറച്ചുകൂടി റൈറ്റിലോട്ടാണ് അത്. ഞാൻ വീട്ടിനകത്ത് അടിച്ചു പോയി. ആ ഹൂറ പോണട്ടാ ഇതിന്റെ കണ്ടെയ്നറിന്റെ ഫ്രണ്ടിലായിരുന്നു. അവരവിടെ നിന്ന് അടിച്ചിട്ട് ഓടി താഴോട്ട്. ടാങ്കിന്റെ ബാക്കിലുണ്ട്. അങ്ങനെ കുറിച്ചാണ് മരങ്ങൾ താഴെ പോയടാ. ബാക്കിൽ നിന്ന് ഫയറിങ്. എനിക്ക് ഇവിടെ 3 പേരുണ്ടോ? ഇവിടെ ഡിക്കോയ്. 4 പേരിൽ ഒരു തന്നെ നോക്കായുള്ളൂ. ഞാൻ ആവേശത്തിന് കേട്ടോണ്ടാ. മറ്റവനെ റിവൈവ് ആയി കാണും. ഈ പുറകെ ഒന്ന് വരാനുണ്ടോന്നുകൊണ്ട് അവന്മാരെ ടീം നോക്ക് ചെയ്ത് 2 പേരെന്ന് വെച്ചിട്ടാണ് ഞാൻ പുഷ് ചെയ്തത്. അപ്പം താഴെ 2 എണ്ണം കയറുക. ബോട്ടായിരിക്കും. ഇപ്പൊ അപ്പുറത്ത് ഈ ചുവന്ന പെട്ടിയുടെ അപ്പുറത്ത് നിപ്പുണ്ടായിരുന്നു. അപ്പൊ അപ്പുറത്തെ സൈഡ് താഴെ എന്തിനും ഇറങ്ങിയതാ. നിന്റെ ലെഫ്റ്റില്, ശങ്കറിന്റെ ലെഫ്റ്റില് താഴെയാ ഈ ഭാഗത്തൊന്നും കാണും. കട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസ്സും ഇല്ലല്ലേ. അത് മറ്റേ തെർമൈറ്റ് മാഗ് വെച്ച് കഴിഞ്ഞാലേ വെസ്റ്റ് അടിച്ച് പൊട്ടിച്ചളയാൻ പറ്റും. ഈ കിടന്ന് കിട്ടിയ തെർമൈറ്റ് റൈറ്റ് കട. വാ